നമസ്കാരം. ഒരു പ്ലാന്റഡ് അക്വേറിയം സെറ്റപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു മെയിൻ കൺഫ്യൂഷനാണ് KH, PH പിന്നെ CO2 ഇഞ്ചക്ഷൻ തമ്മിലുള്ള ബന്ധം. ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് CO2, PH തമ്മിലുള്ള കണക്ഷൻ നോക്കാം. നമ്മൾ അക്വേറിയമിലേക്ക് CO2 ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് വെള്ളത്തിൽ ഡിസൽവായി കാർബണിക് ആസിഡായി മാറും. ആസിഡ് കൂടുതൽ നാച്ചുറലായി നമ്മുടെ ടാങ്കിലെ PH താഴും, അതായത് CO2 കൂടുതൽ PH കുറയും. ഇതാണ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇവിടെയാണ് KH അല്ലെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ്സിൻ്റെ റിയൽ റോൾ വരുന്നത്. KH എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ PHനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ബഫറാണ്. വെള്ളത്തിൽ KH ഉണ്ടെങ്കിൽ PH പെട്ടെന്ന് ഡ്രോപ്പ് ആവില്ല. ഇത് രണ്ട് സീനറിയോസ് വെച്ച് നമുക്ക് നോക്കാം. സീനറിയോ 1, നിങ്ങളുടെ ടാങ്കിൽ വളരെ ലോ KH ആണ്, സെയ് 1 or 2 DKH. അപ്പോൾ PHനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷീൽഡിൻ്റെ പവർ വളരെ കുറവാണ്. നിങ്ങൾ കുറച്ച് CO2 ഇഞ്ചക്റ്റ് ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് വെള്ളത്തിലെ PHനെ വളരെ ഫാസ്റ്റായി താഴ്ത്തിക്കളയും. ഇത് നമ്മുടെ മീനുകൾക്കും പ്ലാന്റ്സിനും നല്ലതല്ല, കാരണം സഡൻ PH സ്വിങ്സ് വളരെ ഡേഞ്ചറസ് ആണ്. ലോ KH ടാങ്കിൽ PH സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇനി സീനാരിയോ 2, നിങ്ങളുടെ ടാങ്കിൽ ഹൈ KH ആണ്, സെയ് 6 അല്ലെങ്കിൽ 8 DKH. ഇവിടെ നമ്മുടെ ഷീൽഡ് വളരെ സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ഷീൽഡിനെ ബ്രേക്ക് ചെയ്ത് PH ഒന്ന് താഴ്ത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ കൂടുതൽ CO2 ഇഞ്ചക്റ്റ് ചെയ്യേണ്ടി വരും. ഹൈ KH ഉള്ളപ്പോൾ PH വളരെ സ്റ്റേബിൾ ആയിരിക്കും, പെട്ടെന്നൊന്നും ഫ്ലക്ച്വേറ്റ് ആവില്ല. പക്ഷേ നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായ ഒരു ഓപ്റ്റിമൽ CO2 ലെവലിൽ എത്താൻ നമ്മൾ കുറച്ചുകൂടി ഹെവിയായി ഗ്യാസ് പുഷ് ചെയ്യേണ്ടി വരും. സോ ചുരുക്കി പറഞ്ഞാൽ KH ആണ് നമ്മുടെ PHനെ കൺട്രോൾ ചെയ്യുന്നത്. KH കൂടുതലാണെങ്കിൽ PH ഡ്രോപ്പ് ആവാൻ കൂടുതൽ CO2 വേണം. KH കുറവാണെങ്കിൽ കുറച്ച് CO2 മതിയാകും PH ഡ്രോപ്പ് ആവാൻ. ഒരു സക്സസ്ഫുൾ പ്ലാന്റഡ് ടാങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കറക്റ്റ് ബാലൻസ് കണ്ടിടണം. ഒരു ഓപ്റ്റിമൽ KH മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് സേഫായി CO2 ഇഞ്ചക്റ്റ് ചെയ്യാം വിത്തൗട്ട് ഫിയറിംഗ് എ സഡൻ PH ക്രാഷ്. ഈ റിലേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ കൂടുതൽ അക്വാസ്കേപ്പിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോസുമായി ചാനൽ ഫോളോ ചെയ്യുക. ഹാപ്പി അക്വാസ്കേപ്പിംഗ്.